കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും അതിൻ്റേതായിട്ടുള്ള സ്ഥലമുള്ളതുമായിട്ടുള്ള ഒരു സാധനമാണ് കിണറെന്ന് പറയുന്നത്. കിണർ വളരെ പ്രാധാന്യമുണ്ട്. ഒരു വീടിൻ്റെ കിണർ ആ വീടിൻ്റെ വീടിനെ നമ്മുടെ ഒരു രാശികളാക്കി തിരിച്ചിട്ട് അല്ലെങ്കിൽ ദിക്കുകളാക്കി തിരിച്ചിട്ടാണ് കിണറ്റിൻ്റെ സ്ഥാനം എടുക്കുന്നത്. ഇപ്പോൾ മീനൻ രാശി കിണറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണർ, അവിടെയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമ്മുടെ വാസ്തുവിൽ പറയുന്നത്. ഫുങ്ഷോയിൽ പറയുന്നത് കിണറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്താണ്. വടക്ക് ഭാഗത്തെന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ്. അപ്പോൾ അവിടെ കിണറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് ഭാഗം എന്ന് പറയുന്നുണ്ട്. അതുപോലെ കിഴക്ക് ഭാഗം, അപ്പം കിഴക്ക് ഭാഗം കിണറ്റിന് ഉത്തമമായിട്ടുള്ള സ്ഥലം, ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് തന്നെയാണ്, വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ്. അപ്പോൾ കിണറ്റിൻ്റെ 3 പ്രധാന ദിക്കുകൾ എന്ന് പറയുന്നത് കിഴക്ക് കൊള്ളാം, വടക്ക് കിഴക്ക് കൊള്ളാം, വടക്ക് കൊള്ളാം. ഈ 3 ഭാഗവും കിണറ്റിന് ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നുണ്ട്. തെക്ക് കിഴക്ക് കിണർ നല്ലതല്ല, തെക്ക് പടിഞ്ഞാറ് ഒട്ടും നല്ലതല്ല, വടക്ക് പടിഞ്ഞാറ് നല്ലതല്ല, അങ്ങനെ മറ്റ് സ്ഥലങ്ങൾ അത്ര നല്ലതായിട്ട് പറയുന്നില്ല. ഈ 3 ഭാഗങ്ങളാണ് കിണറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചില വീട്ടിൽ നമ്മൾ പ്രധാന വാതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡോറോ കിണറ്റിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ വരുന്നത് ഒട്ടും ശുഭകരമല്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതല്ലെങ്കിൽ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് റെമഡി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന് റെമഡി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീടിനെ നമ്മൾ ആ സ്ക്വയറായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് കിണർ വരാൻ പാടില്ല. അവിടെ നിന്നൊരു ചരട് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ചരടിനകത്ത് കിണർ വരാൻ പാടില്ല. കിഴക്ക് സൈഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ വടക്ക് തെക്ക് ഭാഗത്തുനിന്ന് വടക്കിലോട്ട് ഇത് ചരട് പിടിച്ചു പോകുമ്പോൾ അതിനകത്തും ഈ കിണർ വരാൻ പാടില്ല. അതൊക്കെ ഒഴിച്ച് കിണർ ചെയ്യണമെന്നുള്ളത് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കിണറുകൾ, അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന കിണറാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള. അതുപോലെ ഓരോ ദിക്കുകൾക്കും അതിൻ്റെതായിട്ട് പ്രാധാന്യമുണ്ട്. അപ്പോൾ കിണറുകൾ കുഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വരാനായിട്ട് ഈ കിണർ കാരണമായി തീരും. അതേസമയം സ്ഥാനം മാറി കുഴിക്കുകയാണെങ്കിൽ ദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുപോലെ വെള്ളത്തിന് ഫുങ്ഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് അധികമാകരുത് എന്നും പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരു മിതത്വം വേണമെന്നുള്ളത് ഫുങ്ഷനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നമുക്ക് ഒരാളുടെ ബോഡിയിലേക്ക് നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്ന കണക്ക് നമ്മൾ ടൂൾസ് വയ്ക്കുമ്പോഴും റെമഡികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മിതത്വം പാലിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഓവറായി കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ വീടിൻ്റെ സൈസ് അതിനനുസരിച്ചുള്ള സൈസ് ആയിരിക്കണം. അത് നമ്മൾ ആ റെമഡികൾ ഉൾക്കൊള്ളുന്ന വീടുകളായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടത്തുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. വെള്ളം വടക്ക് ഭാഗത്ത് നമുക്ക് വീട്ടിൻ്റെ പുറത്ത് ഒരു വാട്ടർ ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൊഴിൽപരമായിട്ട് ഒത്തിരിയേറെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ബോഡി സമ്പത്തിന് വളരെയധികം ആക്കം കൂട്ടാനായിട്ട് തെക്ക് കിഴക്കുള്ള വാട്ടർ ബോഡി നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ കിഴക്ക് ഭാഗത്തൊരു വാട്ടർ ബോഡി വരുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാനായിട്ട് വളരെ നല്ലതാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഫുങ്ഷോ പ്രകാരം വടക്കാണ്. വടക്ക് തൊഴിൽപരമായിട്ട് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചിലർ ചോദിക്കേണ്ട, സാറേ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്തുവാരി എല്ലാം കൂടെ തീയിടാനായിട്ട് നമ്മുടെ പറമ്പിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഏതാണ്? യാതൊരു സംശയവുമില്ല, തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് അഗ്നിക്കോൺ തന്നെയാണ്. അഗ്നിക്കോണിൽ അത് അങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. അതുപോലെ നമുക്ക് യാതൊരു കാരണവശാലും മീൻ കഴുകുന്ന വെള്ളമോ മറ്റോ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളോ ഒന്നും കന്നിമൂലയിൽ ഉപയോഗിക്കാൻ പാടില്ല. കന്നിമൂല എപ്പോഴും വൃത്തിയും ശുദ്ധിയുമായിട്ട് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 2020 ഫെബ്രുവരി മാസം 9-ാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫെങ്ഷുയുടെ ഒരു 1 ഡേ ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ഫെങ്ഷു എന്നുള്ളതും ഫെങ്ഷു ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതും അതിന് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിലെങ്ങനെ നമുക്ക് നേട്ടങ്ങൾ ചെയ്യാം, എന്തൊക്കെ ടൂൾസുകൾ ഉപയോഗിക്കാം, എന്തൊക്കെ ടൂൾസുകൾ ഉപയോഗിച്ചുകൂടാ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ അന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടൂൾസുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ കൺസൾട്ടിങ്ങിന് ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് നേരിട്ടോ ഫോൺ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.